ഇടുക്കി പ്രസ് ക്ലബ് പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ഇടുക്കി പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ ചുമതലയേറ്റു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 50-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. പ്രസിഡന്റായി മംഗളം ബ്യൂറോ ചീഫ് വിനോദ് കണ്ണോളിയും സെക്രട്ടറിയായി ദീപിക ബ്യൂറോ ചീഫ് ജെയിംസ് വാട്ടപ്പള്ളിയും ട്രഷററായി ന്യൂസ് മലയാളം ബ്യൂറോ ചീഫ് ആൽവിൻ തോമസും ചുമതലയേറ്റു. മാധ്യമപ്രവർത്തകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് വിനോദ് കണ്ണോളി പറഞ്ഞു. പ്രിയപ്പെട്ട നമ്മുടെ ഇപ്പോൾ പെട്ടെന്ന് മുൻ പ്രസിഡന്റായ നമ്മുടെ പ്രിയപ്പെട്ട സോജൻ, മുൻ പ്രസിഡന്റുമാരായ അക്ഷവട്ടപ്പാറ, സുരേഷ്, ആരിസിക്ക, മറ്റ് അംഗങ്ങളെ, നമ്മുടെ ഒരേ വനിതാ അംഗവും നമ്മുടെ വൈസ് പ്രസിഡന്റായ ചേച്ചി, ഇങ്ങനെ ഒരു നല്ല ഒരു 2 വർഷക്കാലം വളരെ ക്രിയാത്മകമായ ഒരു ചർച്ച നടന്ന ഒരു എക്സിക്യൂട്ടീവ് ഒരു ജനറൽ ബോഡിയുമാണ് ഇന്ന് കഴിഞ്ഞുപോയത്. സോജന്റെ നേതൃത്വത്തിൽ ജെയ്സിലെയും ആ കമ്മിറ്റിയിൽ ഞാനും സുരേഷേട്ടും ഒക്കെ അംഗങ്ങളായിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ റിപ്പോർട്ട് വായിച്ചപ്പോൾ നമുക്ക് വ്യക്തമാണ് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇടുക്കി പ്രസ് ക്ലബ് പുതിയ ഭരണസമിതി ചുമതലയേറ്റ ചടങ്ങിൽ മുൻ പ്രസിഡന്റ് സോജൻ സ്വരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയിംസ് വാട്ടപ്പള്ളിയിൽ 2022-24 വർഷത്തെ വാർഷിക റിപ്പോർട്ടും ട്രഷറർ വിൽസൺ കളരിക്കൽ കണക്കും അവതരിപ്പിച്ചു. യോഗത്തിൽ സംസ്ഥാന സമിതി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട വിൽസൺ കളരിക്കൽ, കെ എ സൈഫുദ്ദീൻ എന്നിവരെയും റിട്ടേണിംഗ് ഓഫീസറായിരുന്ന MN സുരേഷ്, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ PT സുഭാഷ് എന്നിവരെയും ആദരിച്ചു. അവിടെ ആദരിക്കലിന്റെ ഹോളിടണം. അഷ്റഫ് വട്ടപ്പാറ അനുമോദന പ്രസംഗം നടത്തി. തുടർന്ന് 2024-26 വർഷത്തെ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. പ്രസിഡന്റ് വിനോദ് കണ്ണോളി ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചു. യോഗത്തിൽ സെക്രട്ടറി ജെയിംസ് വാട്ടപ്പള്ളിയിൽ, ട്രഷറർ ആൽവിൻ തോമസ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് തൊടുപുഴ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.